എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 6ഉം 7ഉം 8ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. കംസൻ ഇനി എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതൊക്കെയാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 6ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുത്പാതസഹസ്രാണി ദൃഷ്ട്വാ ഭോജമഹീപതി മുഖസ്ഥേന വികാരേണ വേദ്യമന്തർദധേ ഭയം. ആദ്യം പദച്ഛേദം പറയാം. ഇതി ഉത്പാതസഹസ്രാണി ദൃഷ്ട്വാ ഭോജമഹീപതി മുഖസ്ഥേന വികാരേണ വേദ്യം അന്തർദധേ ഭയം. ഇവിടെ കംസന് ഇതൊക്കെ കൂടി കണ്ടപ്പോൾ എന്തൊക്കെയോ ആശങ്കകൾ തോന്നി എന്ന് തന്നെയാണ് വർണ്ണിക്കുന്നത്. ഇങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. ഭോജമഹീപതി, ആ ഭോജരാജാവായിട്ടുള്ള കംസൻ. ഇതി ഉത്പാത സഹസ്രാണി. ഇതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചതായ 5ാമത്തെ ശ്ലോകത്തിൽ വരെ പറഞ്ഞു നിർത്തിയതായിട്ടുള്ള പലതരത്തിലുള്ള ഉത്പാദങ്ങൾ, പലതരത്തിലുള്ള ദുരവസ്ഥകൾ അത് കണ്ടിട്ട് ഉത്പാത സഹസ്രാണി, പലതരത്തിലുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ അതൊക്കെ കാണുക. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ അതാണ് ഉത്പാത സഹസ്രാണി ദൃഷ്ട്വ. അതൊക്കെ കണ്ടിട്ട് കംസൻ തന്നെ പോയി കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള ഭടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട്, ദൃഷ്ട്വ എന്നുള്ളത് കൊണ്ട് അവരവർ തന്നെ എല്ലാം പോയി കണ്ടോളണമെന്നില്ല, എന്നാൽ പോലും മനസ്സിലാക്കിയിട്ട് എന്നുള്ള അർത്ഥം എടുത്താൽ മതി. മുഖസ്ഥേന വികാരേണ വേദ്യം ഭയം അന്തർദധേ. മുഖസ്ഥേന വികാരേണ, മുഖത്ത് വന്ന മാറ്റം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന ഭയം എന്ന വികാരത്തെ ഒളിപ്പിച്ചു. അതാണ് മുഖസ്ഥേന വികാരേണ. നമ്മുടെ മുഖത്ത് സാധാരണഗതിയിൽ മനസ്സിലുണ്ടാവുന്ന ഭാവങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മുഖത്ത് നോക്കിയാൽ കാണും. സന്തോഷമായാലും സന്താപമായാലും പേടിയായാലും നാണമായാലും ഒക്കെ മുഖത്തത് പ്രതിഫലിക്കും. പൊതുവെ സാധാരണ എല്ലാവരുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഭയം പോലെയുള്ളതൊക്കെ നല്ലോണം നിഴലിക്കും. ഇവിടെ കംസന് വല്ലാത്ത ഭയമുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, രാജാവല്ലേ. അതുപോലെ തന്നെ മറ്റ് എല്ലാ ശക്തികളെയും വെല്ലുവിളിച്ച് കൃഷ്ണനെയൊക്കെ, അല്ലെങ്കിൽ കൃഷ്ണനല്ല വിഷ്ണുവിനെയൊക്കെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞ് നടക്കണ, സ്വർഗലോകം വരെ തൻ്റെ കാലിൻ്റെ അടിയിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പേടി വരിക എന്നുള്ളത് മഹാമോശമാണ്, ഒട്ടും ചേർന്നതല്ല എന്നുള്ളത് കൊണ്ട് അതിനെയൊക്കെ എങ്ങനെയൊക്കെയോ മറച്ചു എന്നുള്ളതാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്ന, അതാണ് വേദ്യം. മുഖസ്ഥേന വികാരേണ വേദ്യം, മുഖത്ത് ചില മാറ്റങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാവുന്നതായ ഭയം എന്ന രസത്തെ, ഭയം എന്ന ഭാവത്തെ, അതിനെ കംസൻ തൻ്റെ മിടുക്കുകൊണ്ട് മറച്ചു കളഞ്ഞു. അതാണ് അന്തർദധേ. അന്തർധാനം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലൊതുക്കി, പേടിയൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞാനിതൊക്കെ പുഷ്പം പോലെ നേരിടും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പുറപ്പെടാൻ പോകുന്ന കാര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഭയമൊക്കെ ഒളിപ്പിച്ചു വച്ചിട്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് പറയുകയാണ്. അസ്മിന്നവസരേ കശ്ചിത് പ്രതീഹാരഃ കൃതാഞ്ജലി തസ്മൈ നിവേദയാമാസ ദ്വാരി നാരദമാഗതം. വളരെ പച്ചമലയാളം പോലെയുള്ള വാക്കുകളാണ് കേട്ടോ. സംസ്കൃതമാണെന്ന് പോലും മനസ്സിലാവില്ല. അത് വായിച്ചാൽ മലയാള ശ്ലോകങ്ങൾ ചൊല്ലണ പോലെ തോന്നുള്ളൂ. ആദ്യം പദച്ഛേദം പറയാം. അസ്മിൻ അവസരേ കശ്ചിത് പ്രതീഹാര കൃതാഞ്ജലി തസ്മൈ നിവേദയാമാസ ദ്വാരി നാരദം ആഗതം. അങ്ങനെ സഭയിലിരിക്കുകയാണ്, ദർബാർ ഹാളിലിരിക്കുകയാണ് രാജാവ്. മനസ്സിൽ നല്ല പേടിയുണ്ട്, അതിനെയൊന്നും പുറത്തേക്ക് കാണിക്കാതെ അങ്ങനെ ഞാൻ ഇതിനെയൊക്കെ നേരിടുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷേ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരു കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പേടി. അതായത് ബാക്കി എല്ലാ സമയത്തും ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാനൊക്കെ വരുമ്പോൾ ശത്രു രാജാക്കന്മാരുടെ വരവും പടപുറപ്പാടും ഒക്കെ മനസ്സിലാക്കാൻ കംസന് പറ്റാറുണ്ട്. പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചില ദുർനിമിത്തങ്ങൾ വന്നു ചേർന്നത്, അതിൻ്റെ ഒരു കാരണം മനസ്സിലാക്കാൻ ഒട്ടും പറ്റണില്ല എന്നുള്ളത് കൊണ്ടാണ് കംസന് വല്ലാത്തൊരു ഭയം വന്നു എന്നിവിടെ കവി വർണ്ണിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ അസ്മിൻ അവസരേ, അതാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല ചിന്തകളുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കൃതാഞ്ജലി കശ്ചിത് പ്രതീഹാര,
കൃതാഞ്ജലി എന്ന് പറഞ്ഞാൽ കൈകൂപ്പിയിട്ട്. രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ വേണം, കൈയൊക്കെ കൂപ്പി പിടിച്ചുകൊണ്ട് ബഹുമാനം കാണിച്ചുകൊണ്ട് തന്നെ വരണം. അങ്ങനെ വന്നുകൊണ്ട് ആരാണ് വന്നത്? കശ്ചിത് പ്രതീഹാര, പേര് പറയണില്ല, ഏതോ ഒരു പ്രതീഹാരി അല്ലെങ്കിൽ പ്രതീഹാര. പ്രതീഹാരി എന്നൊക്കെ പറഞ്ഞാൽ ദ്വാരപാലകനാണ്, ദ്വാസ്ഥൻ എന്ന് പറയും. ആ ആളുടെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല, ഒരു ഭടനാവും. ആ ഭടൻ്റെ അടുത്തേക്ക് ആരോ വന്നിട്ടുണ്ട്, അത് അറിയിക്കാനാണ് വരണത്. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ആര് വന്നു എന്നാണ് പറയണത്? കശ്ചിത് പ്രതീഹാര ദ്വാരി ആഗതം നാരദം തസ്മൈ നിവേദയാമാസ. ദ്വാരി എന്ന് പറഞ്ഞാൽ വാതിൽക്കൽ, അത് സപ്തമി ഏകവചനാണ്. ദ്വാരി, ദ്വാരവ് ദ്വാര എന്നുള്ള ഒരു രേഭാന്തമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട്. ദ്വാരം എന്നുള്ളതിന് പലതരത്തിൽ സംസ്കൃതത്തിൽ അങ്ങനെ വാക്കുകളൊക്കെ ഉണ്ടാവും. നരവ് നര എന്നുള്ള ദിക്കിലെ നര എന്നുള്ളത് ബഹുവചനാണ്. നരവ് നരാഹ എന്നുള്ളത് അങ്ങനെയും രൂപമുണ്ട്. അങ്ങനെ സംസ്കൃതത്തിൽ ഇന്ന തരത്തിൽ ഒരു വാക്ക് കണ്ടാൽ, നര എന്ന് കണ്ടാൽ അവിടെ ബഹുവചനം കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല, തെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ല, അത് ബഹുവചനമായിട്ടും പ്രയോഗമുണ്ട് എന്നർത്ഥം. ഇവിടെ ദ്വാരി എന്ന് പറഞ്ഞാൽ വാതിൽക്കൽ. ആരാണ് വന്നത്? ആഗതം നാരദം, വാതിൽക്കൽ കംസനെ കാണാൻ വേണ്ടി വന്നതായ നാരദമുനിയെ പറ്റിയിട്ട് തസ്മൈ രാജ്ഞേ, രാജാവിനോടായിക്കൊണ്ട് നിവേദയാമാസ, അറിയിച്ചു. വാതിൽക്കലെത്തി. ആരാണ്? രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് നാരദമുനി വന്നിട്ടുണ്ട്, അങ്ങയെ കാണാൻ കടത്തിവിടട്ടെ എന്നുള്ള അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതീഹാരി കംസൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ കംസനെ കാണാൻ വേണ്ടിയിട്ട് നാരദൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ് ഇവിടെ പ്രതീഹാരി ചെയ്തത്. എന്താണ് കംസൻ അടുത്തതായിട്ട് ചെയ്തത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. 8ാമത്തെ ശ്ലോകം നോക്കൂ. അഥ കംസമുത്ഥായ സഗത്വാ കിഞ്ചിദന്തരം പ്രണമ്യ മുനിശാർദൂലമാനിനായ ഗൃഹോദരം. ആദ്യം പദച്ഛേദം പറയാം. അഥ കംസ സമുത്ഥായ സ ഗത്വാ കിഞ്ചിത് അന്തരം പ്രണമ്യ മുനിശാർദൂലം ആനിനായ ഗൃഹോദരം. ഇവിടെയും വലിയ പദച്ഛേദമൊന്നും പറയാനില്ല, വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ശ്ലോകമാണ്. അഥ സ കംസ സമുത്ഥായ, ഇങ്ങനെ പ്രതീഹാരി വന്ന് കംസനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ തുടർന്ന് അപ്പോൾ തന്നെ കംസൻ എഴുന്നേറ്റിട്ട്, അഥ സ കംസ സമുത്ഥായ, ആ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റിട്ട്, കിഞ്ചിത് അന്തരം ഗത്വ, കിഞ്ചിത് അന്തരം എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നിട്ട്, എവിടെയാണോ ഏത് വാതിൽക്കലാണോ നാരദനുള്ളത്, എവിടെ നിന്നാണോ പ്രതീഹാരി വന്നത് അവിടേക്ക് നടന്നിട്ട്, അതായത് ഈ ദർബാർ ഹാള് രാജാവിൻ്റെ സഭ എന്നൊക്കെ പറയുന്നത് അകത്തായിരിക്കും, വാതിൽ കുറേ പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ അവിടേക്ക് അങ്ങോട്ട് നടന്നു ചെന്നു. സാധാരണഗതിയിൽ രാജാക്കന്മാർ ആ കടത്തി വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പ്രതീഹാരിയെ തന്നെ പറഞ്ഞയക്കുക പതിവ്. പക്ഷേ വന്ന ആളുടെ മാഹാത്മ്യം കൊണ്ട് കംസൻ എതിരേൽക്കാൻ വേണ്ടിയിട്ട് നാരദനോടുള്ള ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ബഹുമാന സൂചകമായിട്ട് അങ്ങോട്ട് തന്നെ വാതിൽക്കലേക്ക് ചെല്ലുകയാണ് ഉണ്ടായത്. അതാണ് കിഞ്ചിത് അന്തരം ഗത്വ മുനിശാർദൂലം പ്രണമ്യ. മുനിമാരെയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആരാധിച്ചു കൊണ്ടുവരണമല്ലോ. നാരദനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. നാരദൻ അങ്ങനെ ഈ വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലൊക്കെ നാരദന് ദേഷ്യം വരുള്ളൂ. മറ്റു മുനിമാരൊന്നും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വിശ്വാമിത്രനായാലും പരശുരാമനായാലും എന്തിന് ഏറ്റവും വലിയ ദേഷ്യക്കാരനായിട്ടുള്ള ദുർവാസാവ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് മുനിമാർക്കൊക്കെ ഇത്ര പെട്ടെന്ന് ദേഷ്യം വരണത് എന്നുള്ളതൊരു ചോദ്യമാണ്. എങ്കിൽ പോലും ഈ മുനിമാരെയൊക്കെ വേണ്ടതുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവണ്ട, രാജ്യത്തിനും തനിക്കും ഒന്നും ദുരിതങ്ങൾ വേണ്ടോളം ഉണ്ട്, ഇനി അതുകൊണ്ടുകൂടി വേറെ ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കംസൻ നേരെ വാതിൽക്കലേക്ക്, ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലേക്ക് ചെന്നിട്ട് ഗത്വ മുനിശാർദൂലം പ്രണമ്യ. ശാർദൂലം എന്ന് പറഞ്ഞാൽ പുലി എന്നാണ് അർത്ഥം. ശാർദൂലം അതുപോലെ വ്യാഘ്രം, പുങ്കവൻ, കുഞ്ചരൻ എന്നുള്ള വാക്കുകളൊക്കെ, കുഞ്ചരം, പുങ്കവം എന്നുള്ള വാക്കൊക്കെ ചേർത്താൽ ശ്രേഷ്ഠവാചികളാണ്, ശ്രേഷ്ഠാർത്ഥമാണ് കിട്ടേണ്ടത്. അതായത് മുനിപുങ്കവൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുനി ശാർദൂലം എന്നൊക്കെ പറഞ്ഞാൽ മുനിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ, അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അവിടെ പുങ്കവ പദമൊക്കെ രാജാക്കന്മാരുടെ രാജപുങ്കവൻ അല്ലെങ്കിൽ മുനിപുങ്കവൻ എന്നൊക്കെ ചേർത്ത് പറയാറുണ്ട്. അതൊക്കെ ശ്രേഷ്ഠതയെ വർണ്ണിക്കാൻ വേണ്ടി പറയണതാണ്. അങ്ങനെയുള്ള ആ നാരദ മുനിയെ പ്രണമ്യ എന്ന് പറയുമ്പോൾ പ്രകർഷേണ നത്വ, നല്ലവണ്ണം നമസ്കരിച്ചിട്ട്, നല്ലവണ്ണം പ്രണമിച്ചിട്ട് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള പ്രണാമങ്ങളുണ്ട് എന്ന വ്യാഖ്യാനത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കായികം, വാചികം, മാനസികം. അതായത് വാക്കുകൊണ്ട് നമസ്കാരം അറിയിക്കുക, ശരീരം കൊണ്ട് നമസ്കരിക്കുക, സാഷ്ടാംഗം നമസ്കരിക്കുക. പുരുഷന്മാരാകുമ്പോൾ സാഷ്ടാംഗ നമസ്കാരം നടത്താം. അതുപോലെ തന്നെ ഉള്ളിൽ മനസ്സിൽ തികഞ്ഞ ഭക്തി അത് മുഖം കൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഷ കൊണ്ടുമൊക്കെ പ്രകടിപ്പിക്കുക. അപ്പോൾ 3 തരത്തിലുള്ള നമസ്കാരങ്ങളും മുനിയെ അറിയിച്ചുകൊണ്ട് മുനിശാർദൂലം പ്രണമ്യ ഗൃഹോദരം ആനിനായ. ഗൃഹോദരം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക്, ഉദരം എന്ന് പറഞ്ഞാൽ ഉൾഭാഗമാണല്ലോ, ഉള്ളിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് കൊണ്ടുപോന്നു. ഭടനെ വിടെല്ലാം ഉണ്ടായത് രാജാവ് തന്നെ നേരിട്ട് ചെന്ന് ആ മുനിപുങ്കവനെ അകത്തേക്ക് കൊണ്ടുപോന്നു, അകത്തേക്ക് ആനയിച്ചു. അത് ഏറ്റവും വലിയ ബഹുമാനമാണ്, രാജാവ് തന്നെ നേരിട്ട് ചെന്ന് വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇനി എന്താണ് നാരദൻ പറയാൻ പോണത് എന്നുള്ള കഥയൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്ന് ഈ 3 ഒന്നുകൂടിയും ചൊല്ലി നോക്കാം. ഇത്യുത്പാദസഹസ്രാണി ദൃഷ്ട്വാ ഭോജമഹീപതി മുഖസ്ഥേന വികാരേണ വേദ്യമന്തർദധേ ഭയം അസ്മിന്നവസരേ കശ്ചിത് പ്രതീഹാരഃ കൃതാഞ്ജലി തസ്മൈ നിവേദയാമാസദ്വാരി നാരദമാഗതം അഥ കംസസ്സമുത്ഥായ സഗത്വാ കിഞ്ചിദന്തരം പ്രണമ്യ മുനിശാർദൂലമാനിനായ ഗൃഹോദരം. അങ്ങനെ കഥകൾ മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.